ഹലോ ഫ്രണ്ട്സ്, ഞാൻ സുഹാസിലുണ്ട്. അപ്പൊ പുതു തമിഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ഒരു മൊജീറ്റോ ഉണ്ടാക്കാൻ പോവാണ്. പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് ഒരു മൊജീറ്റോ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള സംഭവം. അപ്പൊ നമ്മുടെ കൂടെ രണ്ടാൾക്കാരും കൂടി ഉണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് അവരെ കാണിച്ചു തരാം. അപ്പൊ ഇത് കുഞ്ഞപ്പൻ, അതേപോലെ തന്നെ ഇത് ശ്രീകുട്ടി ചേച്ചി, പിന്നെ രണ്ടാൾക്കാരും കൂടി ഉണ്ട് അകത്തുണ്ട്. അപ്പൊ അത് വീഡിയോയുടെ ഇടയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ എന്തായാലും നമുക്ക് ഉണ്ടാക്കൽ തുടങ്ങാം. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ആളെ കാണിച്ചു തരാം. ശ്രീകുട്ടി ചേച്ചിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ പിന്നെ ഈ ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി കാണിച്ചു തരാം. നമ്മൾക്ക് ഫസ്റ്റ് സ്പ്രൈറ്റ് വേണം. പിന്നെ നമ്മൾക്ക് പാഷൻ ഫ്രൂട്ട് ഇത് ഇങ്ങനെ പൊളിച്ചിട്ട് അതിന്റെ ഇതെടുത്ത് വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് ഐസ്, പഞ്ചസാര, പിന്നെ മിന്റ് ലീവ്സ്, പിന്നെ ലെമൺ. ഇത്ര മതി നമുക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ആദ്യം നമ്മള് കുറച്ച് ലെമൺ നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇത് ശരിക്കും ഇങ്ങനെ ഇട്ട് കുത്തണം, പക്ഷെ നമ്മുടെ അടുത്ത് കുത്തണം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കാം. ഇതിങ്ങനെ സ്ലൈസ് ആക്കി വെക്കേണ്ട ആവശ്യമുണ്ട്. ഡെക്കറേഷൻ അല്ലേ? അല്ല, അതിലിടാൻ വേണ്ടി. പക്ഷെ ഇത് മുറിച്ചില്ല ഗൈസ്, കത്തി. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് കുറച്ച് പഞ്ചസാര ഇടാം. അത് മധുരത്തിനനുസരിച്ച് നിങ്ങൾ എത്രയാണ് ചേട്ടോ. ഞാനിപ്പോ അടുത്തത് നമ്മൾക്ക് കുറച്ച് പാഷൻ ഫ്രൂട്ട് ഒരു 3 സ്പൂൺ ഇടാം. ഇത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഐസ് ഇട്ട് കൊടുക്കാം. കുറച്ച് അധികം ഐസ് ഇടാം കേട്ടോ ഗൈസ്, നല്ല ഒരു ഗുമ്മ ഇട്ടോളൂ. പക്ഷെ ഇത് വരുന്നില്ല. മിന്റ് ലീവ്സ് ഇടാം ഒരു ഫ്ലേവറിന്. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ സ്പ്രൈറ്റ്. യെസ്, അങ്ങനെ നമ്മുടെ പാഷൻ ഫ്രൂട്ട് മൊയ്ത്തോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മൊജീറ്റോ റെഡി ആയിട്ട്. അപ്പൊ ഇനി നമുക്ക് ഇത് ചേച്ചിക്ക് ഒന്ന് കൊടുത്തിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് വെച്ച് നോക്കാം. ചേച്ചി, മൊജീറ്റോ ചേച്ചി ടേസ്റ്റ് നോക്കിയിട്ട് പറയണ്ടെന്ന് പറ. ഒറിജിനൽ ഫാഷൻ ഫ്രൂട്ട് അല്ലേ ഇട്ടിരിക്കണതില്? അതെ, നമ്മളിവിടെ പൊട്ടിച്ചതാണ്. അവിടെ എന്റെ അയക്കുണ്ടായിരുന്നു, അവിടെ നിന്ന് പൊട്ടിച്ചതാ. അപ്പൊ എന്തായാലും അത്രത്തോളായിരുന്നു നമ്മുടെ മൊജീറ്റോ ഉണ്ടാക്കുന്ന വീഡിയോ. ഞാൻ ജസ്റ്റ് അതിന്റെ ഔട്ടർ കൊടുക്കാൻ വന്നു. അത് തന്നെ ഡ്രസ്സൊക്കെ മതി. പിന്നെ അപ്പൊ എന്തായാലും ഔട്ടർ കൊടുക്കാൻ വെച്ചു. അപ്പൊ എന്തായാലും എന്തായാലും വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ അടിപൊളി വ്ളോഗ് ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.